അല്ലേലും ഈ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒരു അടാറ് കോംബോയാ എന്താ അല്ലേ. ആദ്യം നമുക്ക് ഒരു 10 വറ്റൽമുളക് എടുത്ത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഈ വറ്റൽമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരല്പം വിനെഗറും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പീസ് ഇതുകൂട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ മസാല ആണെങ്കിലും മതി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. എണ്ണ നല്ലപോലെ തിളച്ച് വരുമ്പം ചിക്കൻ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലപോലെ ചിക്കൻ വറുത്ത് ഊരി എടുക്കാം. കഴിഞ്ഞില്ല, ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ബാക്കി വന്ന മസാലയിലേക്ക് കുറച്ച് തേങ്ങ ചിരുവിതിട്ട് അതും നമുക്ക് എണ്ണയിലൊന്ന് വറുത്തൂരിയെടുക്കാം. ഇനി കുറച്ച് പച്ചമുളകും കറിവേപ്പിലും കൂടെ വറുത്ത് ഈ തേങ്ങാ മസാല വറുത്തതും കൂടെ ചിക്കനിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി.